कार्पण्यदोषोपगतस्वभावगच्छामित्तां धर्मसुमूढचेतक हे ശ്രേയസ്യാ നിശ്ചിതം ബ്രൂഹി തന്മേ ശിഷ്യസ്തേ അഹം ശാതിമാം താം പ്രപന്നം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. 11-ാം അധ്യായം വിശ്വരൂപ ദർശന യോഗം. 11-ാം അധ്യായം വിശ്വരൂപ ദർശന യോഗം. ഭഗവാന്റെ വിഭൂതികളെ പറ്റി കേൾക്കുകയും ഭഗവാന്റെ ഒരംശം കൊണ്ടാണ് ഈ ജഗത്തെല്ലാം വ്യാപിച്ചിരിക്കുന്നതെന്ന് അറിയുകയും ചെയ്തപ്പോൾ ഭഗവാന്റെ വിരാട് രൂപം ഒന്ന് കാണാൻ അർജുനന് താല്പര്യമുണ്ടായി. ഭഗവാൻ അർജുനന്റെ ആഗ്രഹപൂർത്തിക്കായിക്കൊണ്ട് വിശ്വരൂപം കാട്ടിക്കൊടുക്കുന്നതാണ് ഈ അധ്യായത്തിലെ പ്രധാന വിഷയം. ഇതുവരെ പറഞ്ഞ വിഭൂതി പ്രധാനപ്പെട്ടത് മാത്രമാണ് പറഞ്ഞത്. ഇത് അതിൻ്റെ വിസ്താരവും അമൃതവാണി പോലെയുള്ള ഭഗവാന്റെ വാക്കുകൾ കേട്ടിട്ടാണ് അത് കാണണമെന്ന് തോന്നുക. നമ്മളിപ്പം ഒരു പരസ്യം കണ്ടിട്ടോ കേട്ടിട്ടോ ആ വസ്തു കാണണം, അത് വാങ്ങണം, ഇല്ലെങ്കിൽ അതിൻ്റെ പിന്നാലെ പോകുന്ന മനസ്സുണ്ടാകുന്നത് പോലെ ഭഗവാന്റെ അമൃതവാണികൾ കേട്ടിട്ടാണ് അർജുനന് അത് കാണണം എന്ന് തോന്നുന്നത്. അപ്പം ഇന്ദ്രിയങ്ങളുടെ പ്രയോഗം നിയന്ത്രിക്കണം എന്ന് പറഞ്ഞാൽ അത് നിയന്ത്രിക്കേണ്ടത് ഇതുപോലെ സത്കാര്യങ്ങൾക്ക്, നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ സാധിക്കണം എന്നർത്ഥം. അപ്പം എന്തിനെപ്പറ്റി കേട്ടോ, അമൃതവാണികളായിട്ട് ഭഗവാന്റെ വാക്കുകൾ കേട്ടത് അത് അർജുനിൽ ഇൻസ്പിറേഷൻ ഉണ്ടാക്കി. എന്താണോ അങ്ങ് വിസ്തരിച്ച് പറഞ്ഞത് അതൊക്കെ എനിക്ക് കണ്ടാൽ കൊള്ളാം എന്ന തോന്നല് ഉണ്ടായിരിക്കുന്നത്. ഈ തോന്നലുകൾ ഉണ്ടാകുന്നത് നമുക്കെല്ലാവർക്കും ഓരോ കാര്യങ്ങൾ കാണുമ്പോഴും കേൾക്കുമ്പോഴും മറ്റൊരാൾ പറയുന്നതാണെങ്കിൽ എന്തെങ്കിലും കേട്ടാലും നമ്മളിൽ ഉണ്ടാകുന്നതും നമുക്ക് എന്തെങ്കിലും ചെയ്യണം എന്ന് തോന്നുകയോ എങ്ങോട്ടെങ്കിലും പോകണം എന്ന് തോന്നുമെങ്കിൽ എല്ലാം തോന്നലാണ്. ഇൻറ്റ്യൂഷൻ മനസ്സിലാക്കിക്കൊള്ളണം. നമുക്ക് ഈ തോന്നൽ ആജ്ഞാചക്രത്തിൻ്റെ കെയർ ഓഫിലാണ് നമുക്ക് ഉണ്ടാകുക. എന്ത് ചെയ്യണം, ചെയ്യണ്ട, എങ്ങോട്ട് പോകണം, പോകണ്ട, നമ്മൾ ഈ ഭക്തിയിലേക്ക് വരുന്നതും വരാതിരിക്കുന്നതും, നമ്മളിതൊക്കെ പഠിക്കുന്നതും പഠിക്കാതിരിക്കുന്നതും, നമ്മളിതൊക്കെ കേൾക്കുന്നതും കേൾക്കാതിരിക്കുന്നതും, നമ്മൾ ഈ കാണുന്നതൊക്കെ കാണുന്നതും കാണാതിരിക്കുന്നതും എല്ലാം നമ്മുടെ തോന്നലിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ്. അപ്പം ആ തോന്നലുകൾ നല്ല തോന്നലുകളായിട്ട് മാറണം. ചിന്തിക്കുന്നത് നല്ലതായിരിക്കണം, പറയുന്നത് നല്ലതായിരിക്കണം, ചെയ്യുന്നതൊക്കെ നല്ലതായിരിക്കണം, കാണുന്നതൊക്കെ നല്ലതായിരിക്കണം, കേൾക്കുന്നതൊക്കെ കർണാനന്ദകരമായിരിക്കണം, കാണുന്നതൊക്കെ നയനാനന്ദകരമായിരിക്കണം. നാക്കിൽ സ്വാദറിയുന്ന ഭക്ഷണം എന്ത് കഴിച്ചാലും വേണ്ടില്ല, അത് സ്വാദിഷ്ടം, തനിക്ക് ഇഷ്ടപ്പെടുന്ന സ്വാദുള്ളതായിരിക്കണം. അതേപോലെ ഇന്ദ്രിയങ്ങളെ കൊണ്ട് ഉപയോഗിക്കുന്നത് എന്തൊക്കെ നമുക്ക് ആസ്വാദ്യകരമാക്കാൻ പറ്റുമോ അവിടെയാണ് ഈശ്വരൻ്റെ ഗുണങ്ങൾ നമ്മൾ അനുഭവിച്ചറിയാന്ന് പറഞ്ഞാൽ സാക്ഷാത്കരിക്കാൻ നോക്കും. അപ്പം നമ്മൾ കേട്ട കാര്യം കാണണം എന്ന് തോന്നുന്നത് തെറ്റൊന്നുമല്ല, അത് മനുഷ്യൻ്റെ സ്വഭാവമാണ്. ഒന്നും കണ്ടാൽ അത് അല്ല, കേട്ടാൽ, ഒന്നിനെ പറ്റി കേട്ടാൽ അത് കാണണം എന്ന് തോന്നുക. അതെന്തുകൊണ്ടാണ് കാണണം തോന്നണേ? എവിടെ നിന്ന് കേൾക്കുന്നതാണെങ്കിൽ അത് കർണാനന്ദകരമായിട്ട് തോന്നുകയും അതിൽ നമുക്ക് ഇൻസ്പിറേഷൻ ഉണ്ടാകുകയും ചെയ്യുമ്പോഴാണ് അത് നേരിട്ട് കാണണം എന്ന് തോന്നുക. നമ്മൾ ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങൾ പോലും ഉണ്ടാകുന്നത് അതുകൊണ്ടാണ്. സ്ത്രീ പുരുഷ ബന്ധത്തിൽ പോലും ഒരു പുരുഷൻ ഒരു സ്ത്രീയെ കണ്ടിട്ട് ആദ്യം ആകർഷിക്കപ്പെട്ടാൽ പിന്നെന്താ കുഴപ്പം? ഈ ആകർഷണം എല്ലാവരോടൊന്നുമില്ല, ചിലർക്ക് മാത്രമേ ഉള്ളൂ. അങ്ങനെ ആകർഷിക്കപ്പെട്ടിട്ട് അത് കാണണം തോന്നിയാൽ എന്താ കുഴപ്പം? പിന്നെ ഇടയ്ക്കിടയ്ക്ക് കാണണം തോന്നും, പിന്നെ കാണുന്നതൊക്കെ നയനാനന്ദകരമായിട്ട് തോന്നും, കുറച്ചു കാലത്തേക്കെങ്കിലും. കേൾക്കുന്നതൊക്കെ നയനാനന്ദകരമായിട്ട് തോന്നും. എന്ത് പരസ്പരം പങ്കുവച്ചാലും പറഞ്ഞാലും കേട്ടാലും ഒക്കെ ഈ ഇൻസ്പിറേഷൻ, ഈ തോന്നലുകളാണ് നമ്മളെ നന്മയിലേക്ക് എത്തിക്കുന്നതും. അതേ തോന്നലുകൾ ആവർക്കം ചെയ്താൽ ചിലപ്പോൾ തിന്മയിലേക്കും പോകും.
കാരണം നമ്മൾ ഇൻസ്പിറേഷൻ കൂടിയാൽ എന്താ കുഴപ്പമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ദോഷഫലങ്ങളെ പറ്റി ചിന്തിക്കാതെ ഈ എന്ത് കാര്യം ചെയ്താലും കണ്ടാലും കേട്ടാലും ഒക്കെ അതിൽ ഗുണവും ദോഷവും തിരിച്ചറിയാൻ സാധിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ പോയിട്ട് പെടും. ഇപ്പൊ വെറുതെ ഒരു തോന്നലുണ്ടായി, ആ തോന്നല് അതിന്റെ ഗുണവും ദോഷവും തിരിച്ചറിയാതെ തോന്നിയത് പ്രവർത്തിക്കാൻ പോയി കഴിഞ്ഞാൽ അതിന്റെ ദോഷഫലങ്ങൾ അനുഭവിക്കേണ്ടി വരും. ഇവിടെ അർജുനൻ ആദ്യം പറയുന്നത് തന്നെ ശ്രദ്ധിച്ചുള്ള. അർജുന വാച മതനുഗ്രഹായ പരമം ഗുഹ്യം ആധ്യാത്മ സംചിതം യക്വായുക്തം വജസ്തേന മോഘോയം വികതോ മമ. അർജുനൻ പറഞ്ഞു, മതനുഗ്രഹായ എന്നെ അനുഗ്രഹിക്കുന്നതിനായിക്കൊണ്ട് പരമം ഗുഹ്യം ഏറ്റവും രഹസ്യമായിരിക്കുന്ന ആധ്യാത്മ സംചിതം ആധ്യാത്മം എന്ന് പേരുള്ള യത് വച ത്വയാ ഉക്തം യാതൊരു വചസ് അങ്ങയാൽ പറയപ്പെട്ടുവോ തേന മമ മോഹക അതിനാൽ എൻ്റെ വ്യാമോഹം അയം വിഗതഃ ഇതാ വിട്ടുപോയിരിക്കുന്നു. അതായത് ഭഗവാന്റെ അമൃതവാണികൾ കേൾക്കണം എന്ന് പറഞ്ഞു. അതുകൊണ്ട് കൂടുതൽ വിസ്തരിച്ച് പറയണമെന്ന് അർജുനൻ ആവശ്യപ്പെട്ടിരുന്നു. അപ്പൊ പിന്നീട് പറഞ്ഞതെല്ലാം ഭഗവാന്റെ ആ കർണാനന്ദകരമായിരുന്നു. ഭഗവാൻ പറഞ്ഞതൊക്കെ അത് അർജുനന് ശരിക്കും ഉള്ളിത്തട്ടി എന്നർത്ഥം. ഉള്ളി തട്ടിയപ്പോഴാണ് ആധ്യാത്മ സംചിതമാണ്, ഇത് രഹസ്യമായിരുന്നു എന്നും അത് ആധ്യാത്മിക രഹസ്യമായിരുന്നു എന്നും മനസ്സിലായപ്പോൾ അതിനെ ഉൾക്കൊണ്ടപ്പോൾ വ്യാമോഹമെല്ലാം ഇല്ലാതെയായിരുന്നു. വ്യാമോഹം എന്ന് പറയുന്നത് എന്താ? വ്യർത്ഥമായ മോഹങ്ങൾ. എക്സൈറ്റ്മെന്റിൽ എന്തൊക്കെയോ ആഗ്രഹങ്ങൾ അത് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ വിചാരിച്ചിരുന്നതൊക്കെ ഇല്ലാതായി. അതായത് വ്യർത്ഥമായ മോഹങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കാരണവശാലും നമുക്ക് സാധിക്കാത്ത കാര്യത്തെ പറ്റി മോഹിച്ചിരിക്കുന്നതിനാണ്. നമുക്ക് അർഹത ഉണ്ടാവില്ല, യോഗ്യത ഉണ്ടാവില്ല, അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി വെറുതെ മോഹിച്ചിരിക്കുന്നതിനാണ് വ്യർത്ഥമായ മോഹങ്ങൾ എന്ന് പറയുന്നത്. അത് ഈ ജന്മത്തിൽ നമ്മൾ എത്ര ശ്രമിച്ചാലും സാധിക്കില്ല എന്ന് നമുക്ക് തന്നെ ഉറപ്പുണ്ടാവും. എന്നാലും അത് ആഗ്രഹിച്ചുകൊണ്ടിരിക്കും. ഇതാണ് വ്യർത്ഥമായ മോഹങ്ങൾ എന്ന് പറയുന്നത്. അതില്ലാതെയായി എന്നാ പറയും. എന്തുകൊണ്ടില്ലാതെയായി? ഭഗവാന്റെ അമൃതവാണികൾ കേട്ടിട്ട്. അതായത് ഭഗവാനെ പറ്റി, ഭഗവാന്റെ മഹത്വം നമ്മളെ എപ്പോൾ മനസ്സിലാക്കുന്നോ നമ്മുടെ വ്യർത്ഥമായ മോഹങ്ങളൊക്കെ ഇല്ലാതെ വരും. ഈ കണ്ടതിൻ്റെ കേട്ടതിൻ്റെ പിന്നാലെ മറ്റുള്ളവർ ഓടുന്ന പോലെയുള്ള ഓട്ടവും പാച്ചിലും ഒക്കെ ഇപ്പം നിന്നില്ലേ? കുറേയൊക്കെ നിന്നു ഇല്ലേ? എല്ലാവർക്കും നിന്നില്ലേ? നിങ്ങളൊക്കെ എന്തൊക്കെ നിർത്തിയെന്നൊന്ന് ആലോചിച്ച് നോക്കൂ. ഇതുവരെ ചെയ്തിരുന്ന കണ്ടതിൻ്റെ കേട്ടതിൻ്റെ പിന്നാലെ ഓട്ടവും പാച്ചിലും ഒക്കെ ഇപ്പം നിന്നു പോയില്ലേ? എന്തുകൊണ്ട് നിന്നാ പോയി? ഭഗവാൻ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ഉൾക്കൊള്ളാൻ തുടങ്ങിയപ്പം വ്യർത്ഥമായ മോഹങ്ങളില്ലാതായി. എനിക്ക് ഗീത കുറേശ്ശെ കൈകാര്യം ചെയ്ത് കഴിയുമ്പോഴത്തപ്പോൾ എല്ലാവർക്കും സ്ഥലം ഉണ്ടാക്കണം, സ്ഥലം മേടിക്കണം, സ്വന്തമായിട്ട് വീട് വെക്കണം, വീട്ടിൽ ഇഷ്ടം പോലെ സ്ഥലവും സ്വന്തമായിട്ട് കാരണന്മാരെല്ലാം കൂടെ ഒന്നിച്ച് കിടന്ന വീടും ഒക്കെ ഉണ്ടെങ്കിലും വേണ്ടില്ല, അവിടെ ഒന്നും കഴിയാൻ പറ്റില്ല. എന്നിട്ട് എന്തിനാ ഇല്ലാത്ത പൈസ കടം ഉണ്ടാക്കി? ഇന്നലെ മിനിഞ്ഞാന്ന് സോഷ്യൽ മീഡിയയിൽ ഒരാളുടെ പരസ്യം കണ്ടു. ഞാനൊരു ഫ്ലാറ്റ് ഇല്ലെങ്കിൽ ഒരു 3 കോടി രൂപ മുടക്കിയിട്ട് ഒരു ഫ്ലാറ്റ് കടം മേടിച്ചെടുത്തു. ഇപ്പം അത് വിൽക്കേണ്ട ഗതികേടാണ്. 3 കോടിയുടെ ആസ്തി ഉണ്ടാക്കി, പക്ഷെ അവിടെ സമാധാനത്തോടെ താമസിക്കാൻ പറ്റുന്നില്ല. കാരണം ലോൺ എടുത്തു. ബാങ്കുകാർ ഇപ്പം ജപ്തി നോട്ടീസ് അയച്ചിരിക്കുക. ഇതേപോലെയാണ് വ്യർത്ഥമായ, നമുക്ക് മറ്റുള്ളവരുടെയൊക്കെ ഉൾപ്പെടെയൊക്കെ കൊണ്ടുകൊണ്ട് വ്യർത്ഥമായ മോഹങ്ങൾ ഇല്ലാത്ത കഴിവുണ്ടാക്കി ഇല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അതൊക്കെ സാക്ഷാത്കരി നമ്മുടെ കപ്പാസിറ്റി എന്താ, നമ്മുടെ തിരിച്ചറിക്കാനുള്ള കപ്പാസിറ്റി എന്താന്നൊക്കെ ആലോചിക്കാതെ ഗുണവും ദോഷവും തിരിച്ചറിയാതെ മറ്റുള്ളവരുടെ പ്രേരണ അടിച്ചിട്ടും ഉണ്ടാക്കിയിട്ട് ഇനി പൈസ ഉണ്ടെങ്കിൽ തന്നെ വിചാരിച്ചോളൂ. നിങ്ങൾ ഇപ്പം അതും സോഷ്യൽ മീഡിയയിൽ ഒരു പരസ്യം കണ്ടതാണ്. എന്തിനാണ് ഇത്രയധികം പൈസയൊക്കെ ചെലവാക്കിയിട്ട് നമ്മുടെ അടുത്ത തലമുറ മക്കൾക്ക് പൊളിച്ചു കളയാൻ വേണ്ടിയിട്ട് ഒരു വീടുണ്ടാക്കുന്നതെന്ന് ഒരാൾ ചോദിച്ചു. ഒരു വീടിൻ്റെ വലിയ പരസ്യം, കൊട്ടാരം പോലെ ഒരു വീടുണ്ടാക്കിയിട്ട് ആ വീട് കാണിച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെ നോട്ട് താഴെ കൊടുത്തിരിക്കുന്നത്. ഇതുപോലെ ഒരു വീടുണ്ടാക്കിയിട്ട് അടുത്ത തലമുറയിൽപ്പെട്ടവർക്ക് അത് ഇഷ്ടപ്പെടാതെ വന്നിട്ട് ഇവരിത് ഇടിച്ചു നിരത്തും. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ എന്തിനീ വീടുണ്ടാക്കണു? ഒന്നാമത്തെ കാര്യം, നമ്മൾ ഇതുപോലെയൊക്കെ പ്രീ പ്ലാൻ ചെയ്തൊരു വീടുണ്ടാക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഏജ് പകുതി കഴിഞ്ഞിട്ടുണ്ടാവും.
ഇല്ലേ? ഞാൻ ജനിച്ചത് നാലുകെട്ടിലാണ്. അവിടെ മുതൽ തുടങ്ങി വീട് കാണാൻ. അവിടെ താമസിക്കുമ്പോൾ തന്നെ ഒരു മരം വീണിട്ട് അതിൻ്റെ പകുതി തകർന്നു, അതും കണ്ടു. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിലൊരു എന്താ പറഞ്ഞാൽ പത്തായപ്പര, അവിടെയൊക്കെ കളപ്പര എന്ന് പറയും, പത്തായപ്പര ഉണ്ടായിരുന്നു, അവിടെയായിരുന്നു താമസം. ഞാൻ മിലിറ്ററി പോണതിൻ്റെ 2 ദിവസം മുമ്പ് അതിൻ്റെ നടുവിൽ ഒരു തെങ്ങ് മറിഞ്ഞ് വീണിട്ട് മഴക്കാലത്ത് ആ തെങ്ങ് തന്നെ വെട്ടി മാറ്റിയിട്ട് ഒറ്റ മുറിയിൽ കുടുംബത്തെ ആക്കിയിട്ട് ഞാൻ പോയത്. പിന്നെ 1 വർഷം കഴിഞ്ഞ് വന്നിട്ടാ, 1 വർഷം വരെ ഒരു മുറിക്കകത്താണ് 3 പെണ്ണുങ്ങളും അമ്മയും കഴിഞ്ഞിരുന്നത്. നമ്മൾക്ക് കൊട്ടാരം പോലെ വീടുണ്ടാക്കിയിട്ട് ഇതുപോലെ തെങ്ങ് വന്ന് വീണാൽ കയറി കിടക്കാനൊരു സ്ഥലം വേണം, അത്രയേ. അതേപോലെ 1 വർഷം കൊണ്ട് കൊട്ടാരത്തിനകത്ത് 1 വർഷം കഴിയുന്നവർ ഇപ്പൊ ഇന്ന് 2000 സ്ക്വയർ ഫീറ്റ് ഒക്കെ വീടുണ്ടാക്കിയിട്ട് സെക്യൂരിറ്റിക്കാരെ ഏൽപ്പിച്ചിരിക്കുക. അത് തൂത്ത് തുടയ്ക്കാനൊന്നും ആളില്ല. എന്താ ചെയ്യുക? എന്താ പ്രയോജനം? ഇതൊക്കെയാണ് വ്യർത്ഥമായ മോഹങ്ങൾ. നമുക്ക് കിടക്കാൻ ഒരു സ്ഥലം വേണം, കഴിക്കാൻ ആഹാരം വേണം. ഇതെല്ലാം ഉപേക്ഷിച്ചിട്ട് ഒരു ഘട്ടത്തിൽ പോകേണ്ടിയും വരും, അതും വിചാരിച്ചോളാം. ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് പോയത് കൊണ്ട് ഞാൻ മിലിറ്ററിയിൽ ക്വാർട്ടേഴ്സ് കിട്ടുമ്പോഴും ഒറ്റ മുറിയിൽ ആദ്യം കുടുംബം ഉണ്ടാക്കിയത്. അന്ന് ആദ്യം അപ്ലൈ ചെയ്തത് എൻ്റെ ഈ എന്താ പറഞ്ഞേ സിമ്പതി കൊണ്ട്. അതായത് നമ്മൾ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ അമ്മയുണ്ട്, കുടുംബമുണ്ട്, പ്രാരാബ്ധം ഉണ്ടെന്ന് മനസ്സിലായിട്ട് ഈ ഓഫീസറുടെ കാരണം കൊണ്ടാണ് ഒറ്റ മുറികളിലാണെങ്കിലും ഒരു മുറി അടുക്കളയുള്ള ഒരു ക്വാർട്ടേഴ്സ് ഇദ്ദേഹത്തിന് കൊടുക്കണമെന്ന് പറഞ്ഞ് കിട്ടിയത്. പിന്നെ അവിടെ ഒരു 2 മാസം താമസിക്കുള്ളൂ. പിന്നെ അദ്ദേഹം തന്നെ ഇൻട്രസ്റ്റ് എടുത്തിട്ട് 2 മുറിയും അടുക്കളയുള്ള ക്വാർട്ടേഴ്സിലേക്ക് മാറി. അപ്പം പിന്നെ കിട്ടിയതൊക്കെ പുതിയ ബിൽഡിങ്സിലെ പുതിയ ക്വാർട്ടേഴ്സ് ഉദ്ഘാടനം കഴിഞ്ഞിട്ടൊക്കെ ആദ്യം കയറി താമസിച്ചതൊക്കെയാണ്. അപ്പൊ ഇങ്ങനെ പല വീടുകളിൽ പല സാഹചര്യങ്ങളിൽ ജീവിച്ച് പഠിച്ചത് കൊണ്ട് ഞാൻ താമസിച്ചിരുന്ന പുതിയ ബിൽഡിങ്ങിലായിരുന്നു OP പുളുഷാറില് ഉഗ്രവാദികളെ പിടിച്ചെടുത്തവരെ കൊണ്ടുവന്ന് ഫെൻസിങ് ഉണ്ടാക്കിയിട്ട് അടുത്ത പുതിയ ക്വാർട്ടേഴ്സിലായിരുന്നു കൊണ്ടുവന്നത്. ജയിലിൽ കിടത്തുന്ന പോലെ അവരെ ഫെൻസിങ് ഉണ്ടായിട്ട് പട്ടാൾക്കാരെ കാവലും നിർത്തിയിട്ട് അവിടെയാണ് അവരെ കൊണ്ടുവന്ന് പാർപ്പിച്ചിരുന്നത്, പഞ്ചാബിലായിരുന്നപ്പം. ഇതൊക്കെ അനുഭവമാണ്. ഗീത പറയുമ്പം എനിക്ക് അനുഭവമാണ്. നമ്മൾ കൊട്ടാരം പോലെ വ്യർത്ഥമായ മോഹങ്ങളിൽ നിന്ന് എങ്ങനെ നിവർത്തിക്കാൻ സാധിക്കുമെന്ന അനുഭവങ്ങളിലൂടെ അല്ലാതെ പറ്റില്ല. ഇവിടെ അർജുനന് എങ്ങനെ വ്യർത്ഥമായ മോഹങ്ങൾ ഇല്ലാതെയായതെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എന്തുകൊണ്ടാണ് ഈ കൺസിക്വൻസീസ് പോയി പെടുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമുക്ക് ആധ്യാത്മിക ബോധമില്ലാത്തത് കൊണ്ടാണ്. ആത്മബോധം ഉണർത്താതെ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ ഓവർകം ചെയ്യാതിരിക്കാൻ തോന്നുന്നതും. ഇത് മാത്രമല്ല, നമുക്ക് വീടുണ്ടാക്കണം, ഇല്ലേ നമുക്ക് ഇല്ലാത്ത സൗകര്യങ്ങൾ ഉണ്ടാക്കണം എന്ന് നമ്മൾ കമ്പയർ ചെയ്തിട്ട് തീരുമാനിക്കുന്നതാണ്. മറ്റുള്ളവര് ഇപ്പൊ ഓടിട്ട വീട്ടിൽ കിടക്കുന്നവർക്ക് എപ്പോഴും ടെറസ് വീട് കാണുമ്പം അതുപോലൊരു വീടുണ്ടാക്കണം എന്നുള്ള ഇൻസ്പിറേഷനാണ് അവരെ ഇല്ലാത്ത പൈസ ഉണ്ടാക്കി കടം മേടിച്ച് പോയി താമസിക്കുന്നത്. ഞാൻ ഓടിട്ട വീട്ടിൽ കിടന്നിട്ടുണ്ട്, കോൺക്രീറ്റ് വീട്ടിൽ കിടന്നിട്ടുണ്ട്, ഭൂത് ബംഗ്ലാവിൽ കിടന്നിട്ടുണ്ട്, ഭൂതുബാധയുള്ള അടച്ചിട്ടിരുന്ന വീട് വൃത്തിയാക്കിയിട്ട് പോയി കിടന്നിട്ടുണ്ട്. ഇതെല്ലാം അനുഭവത്തിൽ നിന്ന് നോക്കുമ്പോൾ എനിക്ക് എവിടെ പോയി താമസിക്കാനും പ്രശ്നമില്ല. ഞാൻ പുറത്തെന്തെങ്കിലും കണ്ടിട്ട് ഭ്രമിക്കില്ല. എന്തുകൊണ്ടാണ്? വ്യർത്ഥമായ മോഹങ്ങൾ ഇല്ലാതെയാക്കാൻ അത് ഉറപ്പിച്ചത്. അനുഭവങ്ങൾ ഉണ്ടാക്കിയിട്ട് ഞാൻ ആധ്യാത്മികതയിലേക്ക് വന്നത് പോലും. അപ്പൊ ഇതും കൂടെ വായിക്കുമ്പോഴാണ്, ഭഗവാന്റെ അമൃതവാണികൾ കേൾക്കുമ്പോഴാണ് നമ്മുടെ വ്യർത്ഥമായ മോഹങ്ങൾ എന്നില്ലാതെ വരുന്നോ അന്ന് മുതൽ നമുക്ക് മോഹങ്ങളൊക്കെ സാധിക്കാൻ തുടങ്ങുന്നു. മാത്രമല്ല, നമ്മൾ എന്തൊക്കെ ആഗ്രഹിച്ചാലും വേണ്ടില്ല, അതൊക്കെ സാധിക്കും. എല്ലാം നഷ്ടപ്പെട്ടാലും വേണ്ടില്ല, വ്യർത്ഥമായ മോഹങ്ങളുടെ പിന്നാലെ പോയാലോ നമ്മൾ പെട്ടുപോകും. കഴുത്ത് കൊണ്ടുപോയിട്ട് ബാങ്കുകാരുടെ കൈ കൊണ്ട് കൊടുക്കണം. എന്താ കാരണം? പുറത്തുള്ള 7 നിലയുള്ള മാളിക കണ്ടിട്ട് അതുപോലെ ഒരു വീടുണ്ടാക്കണമെന്ന് തീരുമാനിച്ച് അതിനുള്ള കപ്പാസിറ്റി തനിക്കില്ല, എന്നിട്ട് ഇല്ലാത്ത കപ്പാസിറ്റിക്ക് അനുസരിച്ച് കടം മേടിച്ചിട്ട് കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്ഥലമില്ലേ, കാരണവന്മാർ എഴുതി കൊടുത്ത സ്ഥലമൊക്കെ കൊണ്ടുപോയി ബാങ്കിന് കൊണ്ടുപോയി എഴുതി കൊടുത്തിട്ട് തല കൊണ്ടുപോയി കൊടുത്തിരിക്കുക. നമ്മൾ ആദ്യം കേൾക്കുമ്പോഴൊക്കെ എല്ലാവർക്കും ഇൻസ്പിറേഷനാണ്, അല്ലേ?
ഈ വ്യർത്ഥമായ മോഹങ്ങളുടെ പിന്നാലെ പോയിട്ട് ആ 15 വർഷം കൊണ്ട് അതിൻ്റെ 20 വർഷം കൊണ്ട് അടച്ചു തീർത്താൽ മതിയല്ലോ, 10 ലക്ഷം 15 ലക്ഷം. ഇപ്പം എൻ്റെ തന്നെ മക്കള് 40 ലക്ഷം 45 ലക്ഷം ലോൺ എടുത്തിട്ട് വീടുണ്ടാക്കിയേക്കണം. ഞാനൊന്നും അവരോട് പറയാനൊന്നും പോയിട്ടില്ല. ഇത് 10ഉം 20ഉം 25ഉം വർഷമായാലും ബാങ്കുകളുടെ കയ്യിലാണ് കഴുത്ത്. നമുക്ക് തോന്നും നമുക്ക് ഇപ്പോഴുള്ള ഇൻകം വെച്ചുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് അടയ്ക്കാം, EMI അടയ്ക്കാം എന്നൊക്കെ വിചാരിക്കും. പക്ഷേ ഈ EMI ഒരു മാസം എങ്ങാനും മുടങ്ങിയാൽ മതി, പിന്നെ അതിൻ്റെ കണ്ടിന്യൂഷൻ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. മുടങ്ങാൻ എന്തായിരിക്കും കാരണം? വീട്ടിൽ നമ്മൾ ഈ 15 വർഷം ഒരേപോലെ പോകുന്നു വിചാരിക്കണ്ട. വീട്ടിൽ ഒരാൾക്ക് ആർക്കെങ്കിലും പ്രതീക്ഷിക്കാത്ത ഒരു അസുഖം വന്നാൽ മതി, നമുക്ക് ഒരു അടവ് തെറ്റാൻ അത് മതി. ആശുപത്രി പോയാലേ ഇന്ന് ലക്ഷങ്ങൾ മേടിച്ചെടുക്കാൻ ഒരു പ്രശ്നമില്ല. അത് തന്നെ ചിലപ്പോൾ ഈ ബാധ്യതയൊക്കെ ഉള്ളവർക്ക് വീണ്ടും കടം മേടിക്കേണ്ടി വരും. അപ്പൊ ഈ വ്യർത്ഥമായ മോഹങ്ങൾ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള മോഹങ്ങളാണ്. അത് പൂർണ്ണമായിട്ട് ഇല്ലാതെ വരണമെങ്കിൽ ആധ്യാത്മികമായിട്ട് ആത്മബോധമുള്ളവൻ ഒരിക്കലും വ്യർത്ഥമായ ബോധങ്ങളുടെ ഇല്ലെങ്കിൽ ആരെന്ത് പരസ്യം കാണിച്ചാലും ഇത് അങ്ങനെ ചെയ്തുകൂടെ ഇങ്ങനെ ചെയ്തുകൂടെ എന്നൊക്കെ ആൾക്കാർക്ക് അഭിപ്രായം പറയാൻ ഒരു വിഷമമില്ല, അല്ലേ? ഞാൻ കുളപ്പള്ളിൽ 10 സെന്റ് സ്ഥലം മേടിച്ച് അത്ര ഇട്ടപ്പോഴും എന്നോട് ചോദിച്ചു, ഗവൺമെന്റ് ഉദ്യോഗസ്ഥനല്ലേ, ഒരു കടം മേടിച്ചിട്ടാണെങ്കിൽ ലോൺ എടുത്തിട്ടാണെങ്കിൽ വീടുണ്ടാക്കി കൂടെ? ഞാൻ മിണ്ടാൻ പോയില്ല. ഒരു ചെവിക്കട കിട്ടും അപ്പുറത്തോളം. ഞാൻ ഒന്നും ചെയ്യാതെ വെറുതെ മതിൽ പോലും കിട്ടിയില്ല, ഒന്നും ചെയ്തില്ല. ഉണ്ടായിരുന്ന പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ ഭൂമി മേടിച്ചിട്ടു എന്ന് മാത്രം. നമ്മുടെ കയ്യിൽ ഇരുന്നാൽ ചിലപ്പോൾ അതേതെങ്കിലും തരം ചിലവാക്കാം. അതുകൊണ്ട് അന്ന് എന്താ പറഞ്ഞേ, 13 സെന്റ് സ്ഥലം 47,000 രൂപ രജിസ്ട്രേഷൻ പോലും ആയിട്ടുള്ളൂ. അതേ സംഗതി 92 വാങ്ങി 95 കൊടുത്തപ്പോൾ 1.5 ലക്ഷം രൂപ. ഞാൻ ഈ പറയുന്നവരൊക്കെ കേൾക്കാൻ പോയെങ്കിൽ ഞാൻ കടക്കടിയിലായിരുന്നു. അതും കൂടെ ബാധ്യതയായിരുന്നു. ആ പൈസ കൊണ്ട് തന്നെ വീടോടുകൂടി ഒരു സ്ഥലം മാറ്റി. അതിലും ബാധ്യതയൊന്നും ഉണ്ടായി, ഒരു ലോണും എടുത്തില്ല. അപ്പം ഇതെന്തുകൊണ്ട് സാധിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് അനുഭവങ്ങളിലൂടെ ചില കാര്യങ്ങൾ നമ്മൾ പഠിക്കും. മറ്റുള്ളവരെ കണ്ടിട്ട് മറ്റുള്ളവർ പറയുന്ന കേട്ടിട്ട് പ്രവർത്തിക്കാൻ പോയി കഴിഞ്ഞാൽ അത് ഒക്കെ വ്യർത്ഥമായ മോഹങ്ങളുടെ സാക്ഷാത്കാരത്തിന് പോയാൽ നിങ്ങൾ പ്രാരാബ്ധത്തിൽപ്പെടും. ഇല്ലാത്ത പ്രാരാബ്ധം നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന പ്രാരബ്ധത്തിൽ ആ കാരണന്മാരോ ഇല്ല ബാക്കിയുള്ളവർ ആരാണോ നമ്മൾ കടം വരുത്തി വെച്ചത്, നമ്മുടെ പേര് കടം എടുത്തിട്ട് വേറെ ആരെങ്കിലും ആ കാരണം എന്ന് പറയാൻ പറ്റുമോ? പിന്നെ നമ്മളെ നോക്കിയിട്ട് നമ്മളെ മക്കൾ പറയും അച്ഛൻ കടം വരുത്തി വെച്ചു, ഇല്ലേ അമ്മ കടം വരുത്തി. അപ്പൊ നമുക്ക് ഭാവിയിൽ മറ്റൊരാൾക്ക് ബാധ്യത ഉണ്ടാക്കുന്ന വിധത്തിൽ പ്രവർത്തിച്ചാലും, അങ്ങനെ ഒരു കാര്യം ചെയ്യാനും അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായാലും അതും വ്യർത്ഥമായി മാറും. നമ്മൾ സ്വയം പ്രശ്നത്തിൽപ്പെടുകയും വരും തലമുറയെ പ്രശ്നത്തിൽപ്പെടുത്തുകയും ചെയ്യുന്ന ആഗ്രഹങ്ങളെ സാധിപ്പിക്കാൻ പോയാലും അതും വ്യർത്ഥമായി മാറും. ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ വ്യർത്ഥമായ മോഹങ്ങൾ എന്നുള്ള ഒരൊറ്റ വാക്കിനെ വ്യാഖ്യാനിച്ചാൽ നമുക്ക് ചുറ്റുവട്ടം നോക്കിയാൽ ഇഷ്ടം പോലെ കാണാം. നമുക്കൊരു രോഗം ബാധിച്ചിട്ട് ആശുപത്രിയിൽ പോയിട്ട് ആ രോഗത്തെ ഇല്ലാതെയാക്കാമെന്ന് ചിലപ്പം വ്യർത്ഥമായ മോഹത്തിൽപ്പെടും, അല്ലേ? ഒരു ഗ്യാസിന്റെ അസുഖം തന്നിട്ട് മറ്റുള്ളവര് ആശുപത്രിയിലുള്ളവര് ഹാർട്ടിന് പ്രശ്നം 24 മണിക്കൂറിനകം നിങ്ങൾ ഓപ്പറേഷൻ നടത്തില്ലേ ജീവിച്ചിരിക്കില്ല എന്ന് പറഞ്ഞ് പേടിപ്പിച്ചാൽ നമ്മൾ അതിൽ വ്യർത്ഥമായ മോഹത്തിൽപ്പെടും. എന്നിട്ട് ഇല്ലാത്ത പൈസ കടം മേടിച്ചു കൊണ്ടുവന്ന് അവിടെ അടച്ച് ഹാർട്ട് കീറി മുറിക്കും. എന്നാൽ സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കണം, ഒരു പഴയ ഡോക്ടറെ കാണണം, എന്നിട്ട് കൺസൾട്ട് ചെയ്താൽ നിങ്ങൾക്കൊരു പ്രശ്നമില്ല, ഗ്യാസിൻ്റെ പ്രശ്നം 2 ദിവസം ഗുളിക കഴിച്ചാൽ മതി എന്ന് പറയും. നമ്മൾ കഴിച്ച ഭക്ഷണത്തിൻ്റെ കുഴപ്പം കൊണ്ടായി പ്രശ്നം, ഗ്യാസ് ക്രിയേറ്റ് ആയതാ. ആശുപത്രിയിൽ പോയാൽ നിങ്ങളെ പെടുത്തും. ഈ ഗ്യാസ് മതി, ECGയിലൊക്കെ വേരിയേഷനൊക്കെ കൊണ്ടാൽ ഒരു വിഷമവുമില്ല, ഗ്യാസ് കയറിയാൽ മതി. നമുക്ക് തോന്നും നെഞ്ചിനകത്ത് നെഞ്ച് പൊട്ടും, ഹാർട്ട് അറ്റാക്കാന്നൊക്കെ തോന്നും. ഈ ഗ്യാസ് ഭയങ്കര ശത്രുവാണ് പ്രശ്നം ഉണ്ടാക്കിയാൽ. ഇങ്ങനെ ശരീരത്തിന്റെ കാര്യത്തിൽ പോലും ട്രീറ്റ്മെന്റ് കാര്യത്തിൽ പോലും ഇല്ലേ, നമ്മൾ വേറെ ഏതെങ്കിലും വിഷയത്തിൽ പോയാലും വ്യർത്ഥമായ മോഹങ്ങൾ നമ്മളെ പെടുത്തും. ചിലപ്പോൾ ഇതൊന്നും ഇല്ലാതിരിക്കണമെങ്കിൽ എന്താ,
ഇവിടെ അർജുനൻ പറഞ്ഞ് ശ്രദ്ധിക്കുക, ആധ്യാത്മിക ജ്ഞാനം ആരിൽ നിന്ന് കേട്ടു? ഭഗവാനിൽ നിന്ന് കേട്ടു. അങ്ങയുടെ അമൃതവാണികൾ കേട്ടിട്ട് എൻ്റെ വ്യർത്ഥമായ മോഹങ്ങൾ ഇല്ലാതെയായി. പിന്നെ എന്താണ് ബാക്കി? മോഹം ബാക്കിയായി. ആ മോഹം എന്താ? എന്നെ അനുഗ്രഹിക്കുന്നതിനായിക്കൊണ്ട്, വെറുതെ പറഞ്ഞതല്ല എന്ന് അർജുനന് നല്ല ബോധമുണ്ട്. എനിക്ക് വേണ്ടിയിട്ടാണ് ഭഗവാൻ ഗീത പറയുന്നത് എന്ന് അർജുനന് നല്ല ബോധമുണ്ട്. അതുകൊണ്ടാണ് ശ്രദ്ധയോടെ ഇരുന്ന് കേൾക്കുന്നത്, ജിജ്ഞാസയോടെ. എന്നെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശ്രദ്ധയോടെ ഇരുന്ന് കേൾക്കണം. നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട്, ഈ സംസാര ബന്ധനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഇരുന്ന് ഗീത പറയുന്നത്. അത് വെറുതെ കളയാനുള്ളതല്ല. ഇത് കേട്ടിട്ട് നിങ്ങളുടെ വ്യർത്ഥമായ മോഹങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇല്ലാതെ ആകണം. ഇല്ലാതെ ആക്കിയില്ലെങ്കിൽ നിങ്ങൾ പോയിട്ട് പെടും. അതിനാണ് ലേശ അനുഭവം കൂടെ ചേർത്ത് പറഞ്ഞു. ഞാൻ വീട് വെക്കാൻ വേണ്ടിയിട്ടോ വീടിന് വേണ്ടിയിട്ടോ കടം വാങ്ങിയിട്ടുണ്ട്. പക്ഷേ ആ കടമൊക്കെ തീർത്തിട്ടുമുണ്ട്. നമ്മുടെ കപ്പാസിറ്റി അനുസരിച്ച് ചെയ്യും. കാൽക്കുലേഷൻ വേണം. കൃത്യമായിട്ട് നിങ്ങൾക്ക് എത്ര വരവുള്ളത്, എത്ര ചെലവാക്കുന്നത്, ഓരോ ദിവസത്തെ പോലും നിങ്ങൾക്ക് ബോധം ഉണ്ടായിരിക്കണം. വരവ് പോക്കൊക്കെ എത്ര കണക്കില്ലാതെ ഒരിക്കലും പ്രവർത്തിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈശ്വര കാര്യങ്ങളിൽ ഇൻട്രസ്റ്റ് ഉണ്ടായാൽ എന്താ ഗുണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈശ്വരൻ ഒരിക്കലും നമ്മളെ ശിക്ഷിക്കാൻ വേണ്ടിയിട്ടോ ഇല്ലേ നമ്മളെ പ്രശ്നത്തിൽപ്പെടുത്താൻ വേണ്ടിയിട്ടോ ഒരു ഉപദേശവും നൽകിയിട്ടില്ല. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ശ്രേഷ്ഠത. നമ്മൾ പ്രത്യക്ഷത്തുള്ള തത്വദർശികളല്ലാത്ത ഗുരുക്കന്മാരുടെ അടുത്ത് പോയാൽ നമ്മൾ ശുദ്ധനാന്ന് കണ്ടാൽ നമ്മളെ മുതലാക്കുന്ന വിധത്തിൽ ഉപദേശം നൽകും. അപ്പൊ നമ്മൾ പോയി പെടും. ഈവൻ സന്യാസി പോലും അങ്ങനെയാണ്. നമ്മളോട് വെറുതെ ശുദ്ധഗതിയിലൊക്കെ പെരുമാറിയിട്ട് ഫൈനാൻഷ്യൽ ഡീലിംഗ് ആകെ കൊളാബറേഷൻ ആയിരിക്കും അവരുടെ. അപ്പൊ വളരെ ശ്രദ്ധിച്ചു നിന്നില്ലെങ്കിൽ നമ്മൾ വ്യർത്ഥമായ മോഹത്തിൽ അവരുടെ ഇടയിലും പോയിപ്പെടും. ആധ്യാത്മികതയിലും ചിലപ്പോൾ വ്യർത്ഥമായ മോഹങ്ങളിൽ പോയിപ്പെടും. അപ്പൊ ഭഗവാൻ പറയുന്നത് കേട്ടുകൊള്ളണം, ബാക്കിയുള്ളവരൊന്നും പറയുന്നില്ല. ഞാനും എൻ്റെ ഐഡിയയും ഇല്ല എൻ്റെ കണ്ടെത്തലുകളും എൻ്റെ അനുഭവത്തിൽ നിന്നായിരിക്കും നിങ്ങൾക്ക് ഉപദേശം നൽകുന്നത്. നിങ്ങൾക്ക് ഏത് തരത്തിലാണ് നിങ്ങൾക്ക് സൂട്ട് ചെയ്യുന്നതെന്ന് നിങ്ങൾ അതനുസരിച്ച് അനുഗ്രഹത്തിനായിക്കൊണ്ട് ഈശ്വരനെ തന്നെ സമീപിക്കണം. ഈശ്വരൻ പറഞ്ഞ വചനങ്ങളായിരിക്കണം വേദവാക്യം. അതനുസരിച്ച് ഭഗവാൻ തന്നെ പറയുന്നുണ്ടല്ലോ, മോക്ഷ സന്യാസ യോഗത്തില് ഒരേ കാര്യത്തില് ചില പണ്ഡിതന്മാർ ഇങ്ങനെ പറയും, ചില ജ്ഞാനികൾ തത്വദർശികളായിട്ടുള്ളത് ഇങ്ങനെ പറയും. ഈ തർക്ക വിഷയത്തിൽ ഞാൻ എൻ്റെ തീരുമാനം പറയാമെന്ന് പറയുന്നത്. അപ്പൊ ഭഗവാൻ എപ്പോ തീരുമാനം നമ്മളെ പറ്റിയോ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടോ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ദോഷം ആർക്കും വരുത്തുന്നതായിരിക്കും. അതുകൊണ്ടാണ് ഭഗവാന്റെ ഈ അനുഗ്രഹത്തിനായിക്കൊണ്ട് എന്നെ അനുഗ്രഹിക്കുക. ഓരോരുത്തരെയും ഡെഡിക്കേറ്റഡ് ആയിട്ട് ഭക്തനായി കഴിഞ്ഞാൽ ഭഗവാന് പക്ഷപാതമൊന്നുമില്ല. എല്ലാവരെയും അനുഗ്രഹിക്കാൻ തയ്യാറായിട്ടാണ് ഭഗവാൻ ഇരിക്കുന്നത്. അപ്പൊ അർജുനെ മാത്രമേ അനുഗ്രഹിക്കുള്ളൂ എന്നൊന്നുമില്ല, എല്ലാവർക്കും അനുഗ്രഹം. പക്ഷെ ഡെഡിക്കേറ്റഡ് ആയിരിക്കണം. ഭഗവാൻ പറയുന്നത് കേട്ടിരിക്കുകയും വേണ്ട. ആദ്യം പല പ്രാവശ്യം കേട്ട് കഴിയുമ്പോൾ തന്നെ വ്യർത്ഥമായ മോഹങ്ങൾ ഇല്ലാതെ വരും. യാതൊരു സംശയമില്ല. ഒറ്റയടിക്കുന്നത് ഇല്ലാതാക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ വാസനാബലം പെട്ടെന്ന് മാറില്ലല്ലോ. പൂർവജന്മാർജിതമായ കർമ്മങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങളും നമ്മുടെ ഈ പറയുന്ന വീടിനോടുള്ള താല്പര്യമോ ഇല്ലെങ്കിൽ മറ്റു വിഷയങ്ങളോടുള്ള താല്പര്യമോ ഒക്കെ വ്യർത്ഥമായ മോഹങ്ങളായിട്ട് വരാൻ കാരണം നമ്മുടെ പൂർവജന്മാർജിതമായ വാസനാബലത്തിന്റെ ക്രിയേഷനാണ്. അപ്പൊ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഇതൊന്നും ഇല്ലാതാക്കാൻ പറ്റില്ല. പക്ഷെ ഭഗവാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പല പ്രാവശ്യം ആവർത്തിച്ച് നവമായിട്ട് കേൾക്കുമ്പോൾ നമുക്ക് ഇത് തന്നെ ഇല്ലാതെയാകും. ഈ വ്യർത്ഥമായ മോഹങ്ങളൊക്കെ, ഈ വാസനാബലം ഇല്ലാതെയായ വ്യർത്ഥമായ മോഹങ്ങളും ഇല്ലാതെയാവും.
അതാണ് ഇവിടെ പറഞ്ഞത്. എന്നെ അനുഗ്രഹിക്കുന്നതിനായിക്കൊണ്ട് ഏറ്റവും രഹസ്യമായിരിക്കുന്ന ആത്മതത്വത്തെക്കുറിച്ച് അങ്ങ് നൽകിയ ഉപദേശങ്ങളാൽ എൻ്റെ വ്യാമോഹമൊക്കെ ഇല്ലാതെയായി. വ്യാമോഹം ഇല്ലാതെയായ വിട്ടുപോയിരിക്കുന്നു. വ്യാമോഹങ്ങളൊക്കെ എന്നെ വിട്ടുപോവുകയാണ് ചെയ്തത്, അല്ലാതെ അർജുനൻ സ്വയം ഉപേക്ഷിക്കുകയല്ല ചെയ്തത്. അതും കൂടെ ശ്രദ്ധിക്കണം. തന്നെ വിട്ടുപോയി എന്നാ പറയുന്നത്. നമ്മൾ ഇത് ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ട് വേലി കെട്ടി വെച്ചാലൊന്നും ചിലപ്പം വേലി കടന്ന് ഈ വാസനാബലം വരും. വേലി കൊണ്ടൊന്നും കാര്യമില്ല. നമ്മൾ ആധ്യാത്മികമായിട്ട് ഉയർന്ന എന്താ ഗുണമെന്ന് പറയുന്നത്, നമ്മളിലുള്ള ഈ വ്യർത്ഥമായ മോഹങ്ങളും ആവശ്യമില്ലാത്തതും നെഗറ്റീവ്സും ഒക്കെ തന്നെ ഇല്ലാതെയാകും, വിട്ടുപോകാൻ തുടങ്ങും. നമ്മുടെ 10 അടി അടുത്തേക്ക് അടുക്കില്ല. ഒരു ഇരുട്ട് മുറിയിൽ വെളിച്ചം കൊണ്ടുവച്ച് കഴിഞ്ഞാൽ പിന്നെ ഇരുട്ടിൽ നിൽക്കാൻ പറ്റുമോ? ഇവിടെ ഞാൻ ഇരിക്കുന്നിടത്ത് മാത്രമേ എമർജൻസി ലൈറ്റ് ഉള്ളത് കൊണ്ട് ലൈറ്റ് കാണുന്നുള്ളൂ. അടുത്ത മുറിയിലേക്ക് പോയാൽ ഇരുട്ടാ, അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഇരുട്ടാ. 4 വശവും കതവ് അടച്ചിട്ട് പുറത്ത് തന്നെ അന്തരീക്ഷം ആകെ ഇരുണ്ട് കൂടിയായിരിക്കണേ. മഴ പെയ്യുന്നുണ്ടേ, എത്ര ഇരുട്ടുണ്ടെങ്കിലും വേണ്ടില്ല, അവിടെ വെളിച്ചത്തിന്റെ ഒരു നാമ്പ് ചെന്നാൽ പിന്നെ ഇരുട്ടിരിക്കാൻ പറ്റുമോ? അപ്പൊ അതേപോലെ നമ്മളിലുള്ള നെഗറ്റീവ്സ് ഒക്കെ നമ്മൾ ആധ്യാത്മികമായിട്ട് ജപതപാദികൾ ചെയ്യുകയൊക്കെ ചെയ്യുമ്പം നമ്മളായിട്ടൊന്നും ക്രിയേറ്റ് ചെയ്യുന്നു വേണ്ട, തന്നെ ഇല്ലാതെയാകും. നെഗറ്റീവ്സ് ഒക്കെ തന്നെ വിട്ടുപോകും, ഒക്കെ പോസിറ്റീവായിട്ട് മാറാൻ തുടങ്ങും. എന്തിന് നെഗറ്റീവ്സിനെ വരെ പോസിറ്റീവായിട്ട് കാണും. ഈ കാണുന്നതെല്ലാം, ഇല്ലേ കേൾക്കുന്നതെല്ലാം, അനുഭവിക്കുന്നതെല്ലാം, ഈ സംഭവിക്കുന്നതെല്ലാം നന്മയ്ക്ക് വേണ്ടിയിട്ടാണെന്ന് കാണാൻ സാധിക്കുക എന്ന് പറയുന്നത് അതാണ് ഗീതയുടെ ഏറ്റവും വലിയ പോസിറ്റിവിറ്റി. എന്തിനേയും പോസിറ്റീവായിട്ട് കാണാൻ സാധിക്കും. ഒരു ശത്രു നമ്മളെ കാണാൻ വന്നാൽ ആ ശത്രു പിന്നെ മിത്രമായി വരും. അപ്പൊ അതുകൊണ്ട് ഭവാഭ്യൗഹി ഭൂതാനാം സുതോ വിസ്തരശോ മയ തത്വകമലപത്രാശ മഹാത്മ്യമവിചാപയം. അപ്പം വ്യാമോഹങ്ങളൊക്കെ വിട്ടുപോയപ്പോ പിന്നെന്താ ഉള്ളത്? മോഹം ബാക്കിയായി. കമലപത്രാശ, താമരകണ്ണനായിരിക്കുന്ന അല്ലയോ ഭഗവാനെ, തത്വഭൂതാനം, അങ്ങയിൽ നിന്ന് ചരാചരങ്ങളുടെ ഭവാഭ്യഹു ഉൽപ്പത്തിനാശങ്ങൾ വിസ്തര മയാ ശ്രുതൗഹി വിസ്തരിച്ച് എന്നാൽ കേൾക്കപ്പെട്ടു. അതായത് അങ്ങ് പറഞ്ഞു, ഞാൻ കേട്ടു. അവ്യയമായ മഹാത്മ്യം അപീച്ച, അങ്ങയുടെ നാശരഹിതമായിരിക്കുന്ന ആ മഹാത്മ്യവും ഞാൻ കേട്ടു. ഇതാണ് അമൃതവാണികൾ എന്ന് പറഞ്ഞ ജിജ്ഞാസയോടുകൂടി അത് വീണ്ടും വീണ്ടും കേൾക്കാനുള്ള ആഗ്രഹത്തോടുകൂടി കേട്ടു. ഭഗവാന്റെ ആ ശക്തി അതിശയത്തെ പറ്റി കേട്ടു, മഹാത്മ്യത്തെ പറ്റി കേട്ടു. അങ്ങ് എന്നെ കേൾപ്പിച്ചു. അല്ലയോ ഭഗവാനെ, അങ്ങയിൽ നിന്ന് ചരാചരങ്ങളുടെ ഉൽപ്പത്തി വിനാശങ്ങൾ വിസ്തരിച്ച് ഞാൻ കേട്ടു. നാശരഹിതമായ അങ്ങയുടെ മഹാത്മ്യവും ഞാൻ കേട്ടു. പിന്നെയോ, ഏതത്മേ ഏവമേതത്യതാത്വം ആത്മാനം പരമേശ്വര ദൃഷ്ടമിച്ഛാമി തേ രൂപം ഐശ്വര്യം പുരുഷോത്തമ. പരമേശ്വര ത്വം ആത്മാനം, ഹേ ലോകേശ്വര, അങ്ങ് ആത്മാവിനെ കുറിച്ച് യഥാ അഥ ഏതത്യേവ എപ്രകാരം പറഞ്ഞുവോ അത് അപ്രകാരം തന്നെ. അങ്ങ് യഥാ തഥാ ഏതത്യേവ എപ്രകാരം അങ്ങ് പറഞ്ഞോ അപ്രകാരം തന്നെ. തേ ഐശ്വര്യരൂപം, അങ്ങയുടെ ഐശ്വര്യമായിരിക്കുന്ന രൂപത്തെ പുരുഷോത്തമ ദൃഷ്ടും ഇച്ഛാമി, അല്ലയോ പുരുഷോത്തമ, കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്തിനെ പറ്റിയാണോ കേട്ടത് അത് ഇൻസ്പിറേഷൻ ഉണ്ടാക്കിയാൽ നമുക്കത് കാണാൻ, മനസ്സിൽ തട്ടിയിട്ടുണ്ടെങ്കിൽ അത് കാണണം എന്ന് തോന്നും. നമ്മൾ ഈ പരസ്യമൊക്കെ കേട്ടിട്ട് അത് വേണം, അത് കാണണം എന്ന് തോന്നാനുള്ള കാരണം ഈ ഇൻസ്പിറേഷൻ തന്നെയാണ്. ഇവിടെ ഒരേ കാര്യം തന്നെയാണ്, പക്ഷേ ഇവിടെ ഈശ്വരനെ കാണണം, ഈശ്വരനെ പറ്റി മഹാത്മ്യവും ഈശ്വരനെ പറ്റി കൂടുതലായിട്ട് അറിയുകയും ചെയ്തു കഴിഞ്ഞപ്പം ആ ഈശ്വരനെ കാണണം എന്ന് തോന്നുന്നത് സ്വാഭാവികമാണ്. നമ്മൾ
ഭൗതിക വസ്തുക്കളെ പറ്റി എന്തിനെങ്കിലും പറ്റി ആരെങ്കിലും പറയുന്ന കേട്ട് ഏതെങ്കിലും വ്യക്തി കേട്ടിട്ട് അത് വേണമെന്ന് തോന്നിയാൽ അതും ഒരു ഇൻസ്പിറേഷനാണ്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം നോക്കണം. ഭൗതിക വസ്തു നിങ്ങൾ കേട്ടിട്ട് അത് വാങ്ങാൻ പോയാലും അതിന് ഉള്ള കൺസിക്വൻസീസ് ഒരുപാടുണ്ടാകും. അത് കിട്ടിയാൽ നഷ്ടപ്പെടുന്നതാണ്, അസുരീ സമ്പത്താണ്. തൽക്കാലത്തേക്കൊക്കെ സുഖം തോന്നും, സന്തോഷമൊക്കെ തോന്നും, കുട്ടി കളിപ്പാട്ടം വേണം തോന്നിയിട്ട് വാങ്ങി കളിക്കുന്ന പോലെ ഇരിക്കും. പുതിയത് കണ്ടാൽ പിന്നെ അതിൻ്റെ പിന്നാലെ പോകും. ഇവിടെ ഇതൊന്നുമല്ല. ഭഗവാന്റെ മഹാത്മ്യവും ഭഗവാന്റെ യോഗശക്തി അതിശയത്തെ പറ്റി ഭഗവാൻ പറയുന്ന കേട്ടിട്ട് ഇതൊക്കെ ഒന്ന് നേരിട്ട് കണ്ടാൽ തരക്കേടില്ല എന്ന് തോന്നുന്നു. ഹേ ലോകേശ്വര, അങ്ങ് ആത്മാവിനെ അഥവാ ആത്മശക്തിയെക്കുറിച്ച് പറഞ്ഞതെല്ലാം ശരി തന്നെ, എനിക്ക് മനസ്സിലാകുകയും ചെയ്തു. അങ്ങ് ഈ ആത്മാവിനെ പറ്റി പറയുന്നത് അങ്ങനെ എളുപ്പമൊന്നും മനസ്സിലാകുന്ന കാര്യമൊന്നുമില്ല. ആശ്ചര്യവത് പച്ചിത കച്ചിതേനം ആശ്ചര്യവത് വദതി തഥൈവ ചാന്യാശ്ചര്യവച്ഛൃണോതി സുത്വാപേനം വേദന ചൈവകസ്തിൻ എന്ന് ഭഗവാൻ 2-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് എത്ര കേട്ടാലും എത്ര പറഞ്ഞാലും രണ്ടും പറയുന്നവരും കേൾക്കുന്നവരും ഒന്നും എന്നെ അറിയുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ പല പ്രാവശ്യം ഭഗവാനിൽ നിന്ന് ഇതേ കാര്യം തന്നെ കേട്ട് 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 ഇപ്പോൾ അങ്ങ് പറഞ്ഞ ആത്മബോധത്തെ ഉണ്ടാക്കുന്ന ആ വിസ്താരം വിഭൂതി യോഗം പറഞ്ഞപ്പോഴാണ് എനിക്ക് കുറച്ചൊക്കെ മനസ്സിലായി. പക്ഷേ ആ ഈശ്വര ആകൃതിയെ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇതാണ് കുഴപ്പം. എന്തെങ്കിലും കണ്ട് മനസ്സിലാക്കിയാൽ, കേട്ട് മനസ്സിലാക്കിയാൽ പിന്നെ അത് കാണണം തോന്നും. ഇത് മനുഷ്യന്റെ സ്വഭാവം. അത് ഭൗതികതായാലും വേണ്ടില്ല, ആത്മീയതായാലും വേണ്ടില്ല. ഭഗവാൻ ഇതുവരെ പറഞ്ഞതെല്ലാം അർജുനന് മനസ്സിലായി. വ്യാമോഹങ്ങളെല്ലാം നീങ്ങുകയും ചെയ്തു. കൃഷ്ണൻ ദേവകീപുത്രനായിരിക്കുന്ന ഒരു സാധാരണ മനുഷ്യനല്ലെന്ന് മനസ്സിലായി. ഈശ്വരൻ തന്നെയാണെന്നും അറിവായപ്പോൾ ആ ഈശ്വര രൂപം എങ്ങനെയാണെന്ന്, കൃഷ്ണന്റെ സ്വരൂപമല്ല, മനുഷ്യ ശരീരം എടുത്തു വന്നിരിക്കുന്നതാണ് കൃഷ്ണൻ, അതിനപ്പുറമാണെന്ന് അർജുനന് മനസ്സിലായി. അതുകൊണ്ട് ആ വിശ്വരൂപം ഇല്ലെങ്കിൽ യഥാർത്ഥ ഈശ്വരീയ രൂപം കാണണമെന്നുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുന്നു. ഇത് വരെ ഭഗവാന്റെ വാക്കുകളിലൂടെ ലഭിച്ച പുരുഷോത്തമമായിരിക്കുന്ന പരോക്ഷമായിരിക്കുന്ന ജ്ഞാനമാണ് ഇനി പ്രത്യക്ഷമായി കാണണമെന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾക്ക് ഇപ്പൊ ഈശ്വരനെ പറ്റി അറിയുന്നതൊക്കെ അതിപ്പോ നമ്മൾ ഇതുവരെ പറഞ്ഞ 10 അധ്യായത്തിലും നമ്മൾ കേട്ടതൊക്കെ ആ ഈശ്വരന്റെ പരോക്ഷമായ അവസ്ഥയാണ്, ജ്ഞാനമാണ് കേട്ടത്. ഇനി ഇത് കാണുന്നത് പോലെ അനുഭവിക്കണം, ഇല്ലെങ്കിൽ കാണണം. കാണലും ഒരനുഭവമാണ്. അപ്പോഴേ ഈ പറഞ്ഞൊക്കെ ശരിയാണെന്നുള്ള ബോധം വരും. അതുകൊണ്ട് ഇനി അതിനോ ഈ ഈശ്വരീയ കാര്യങ്ങളിൽ എന്താ കുഴപ്പമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഇങ്ങനെ കാണണം തോന്നും, ഈശ്വരനെ അനുഭവിക്കണം എന്നൊക്കെ ആഗ്രഹമൊക്കെ ഉണ്ടാവും. വ്യർത്ഥമായ മോഹങ്ങളൊക്കെ കഴിയുമ്പോഴാണ് പിന്നെ ഈശ്വരനിലേക്ക് ഇൻസ്പിറേഷൻ കൂടുന്നതും ഡെഡിക്കേറ്റ് ഭക്തരായിട്ട് മാറുന്നതും. അപ്പോൾ ഈശ്വരീയ കാര്യങ്ങളിൽ തന്നെ, ആധ്യാത്മിക കാര്യങ്ങളിൽ തന്നെ നമുക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടായാൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യമൊക്കെ സാധിക്കണം. ചിലപ്പോൾ ഈശ്വരനെ കാണണം, ഈശ്വരൻ പറയുന്ന കേൾക്കണം, ഇങ്ങനെയുള്ള ആഗ്രഹങ്ങൾ നമ്മളെ വിടാതെ പിന്നാലെ വരും. പക്ഷേ എല്ലാവർക്കും ഇത് കാണാനും കേൾക്കാനും ഒക്കെ അർഹതയുണ്ട്. എനിക്കും നിങ്ങൾക്കും യാതൊരു ഭാവവ്യത്യാസം ഇല്ലാതെ മനുഷ്യജന്മം കിട്ടിയ മറ്റ് ജീവജാലങ്ങൾക്ക് പോലും ഈശ്വരനെ കാണാനും അനുഭവിക്കാനുള്ള അർഹത എല്ലാവർക്കും ഉണ്ട്. പക്ഷെ അർഹത ഒരിക്കലും യോഗ്യതയല്ല എന്ന് പറയുന്നുണ്ട്. ആ ബോധവും കൂടെ അർജുനൻ ഇവിടെ കാണിക്കുകയാണ്. എനിക്ക് യോഗ്യതയുണ്ടോ എന്നെനിക്കറിയില്ല. അതാരെ തീരുമാനിക്കുക? നമ്മളെ സഹായിക്കേണ്ടവര്, നമ്മുടെ ആഗ്രഹം സാധിപ്പിച്ചു തരേണ്ടവരാണ് തീരുമാനിക്കുക. അതുകൊണ്ടാണ് അർജുനൻ പറയുന്നത്, അന്യസേതി തച്ഛക്യം മയാ ദൃഷ്ടം ഇതി പ്രഭോ യോഗേശ്വര തഥോമിത്തം ദർശയാത്മാനം അവ്യയം. പ്രഭോ അത് ദൃഷ്ടും മയാ ശക്യം ഇതി. പ്രഭോ അത് കാണുവാൻ എന്നാൽ കഴിയുമെന്ന് ഞാൻ അർഹനാണെന്ന് അഥവാ യോഗ്യനാണെന്ന് യതി മന്യസേ അങ്ങ് വിചാരിക്കുന്നുവെങ്കിൽ യോഗേശ്വര തഥ ത്വം, അല്ലയോ യോഗേശ്വര ഇനി അങ്ങ് അവ്യയം ആത്മാനം മേ ദർശയ, നാശരഹിതമായിരിക്കുന്ന ആത്മസ്വരൂപത്തെ എനിക്ക് കാണിച്ചു തന്നാലും. ഈ ഒരു ഭാവം നമുക്കുണ്ടാകണം. അർഹത എല്ലാവർക്കും ഉണ്ട്, യോഗ്യത നമ്മൾ തീരുമാനിക്കുന്നതല്ല. നമ്മൾ എത്ര തന്നെ അതിനു വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടാലും നമ്മൾ അധ്വാനിച്ചാലും എന്തൊക്കെ ക്ലേശങ്ങൾ സഹിച്ചാലും യോഗ്യത തീരുമാനിക്കുന്നത് ഭഗവാനാണ്.
ആ ഒരു ഡെഡിക്കേഷൻ, സറണ്ടറിങ് നമുക്കുണ്ടായിരിക്കണം. എനിക്കിപ്പോൾ കാണണം, ഇല്ലെങ്കിൽ എനിക്കിപ്പോൾ വേണം എന്ന് പറയുന്നതല്ല ശരി. എനിക്കിങ്ങനെയുള്ള ആഗ്രഹമൊക്കെ ഉണ്ട്, അത് സാധിപ്പിച്ച് തന്നാൽ പറ്റില്ല എന്നൊരു എന്താ പറഞ്ഞേ, സറണ്ടറിങ് ഭാവം ഉണ്ടായിരിക്കണം. അവകാശം പോലെ ഒന്നും ചോദിച്ചു വാങ്ങാൻ പാടില്ല. അതാണ് ഇവിടെ അർജുൻ പറയുന്ന അന്യസേതി തച്ഛയ്ക്കം മയാ ദൃഷ്ടം ഇതി പ്രഭോ യോഗേശ്വര തതോ മേത്തം ദർശയാത്മാനമഭയം. പ്രഭോ, അങ്ങയുടെ ഐശ്വര്യവുമായിരിക്കുന്ന രൂപം കാണാൻ എന്നാൽ കഴിയുമെന്ന് അങ്ങ് വിചാരിക്കുന്നു എങ്കിൽ ഹേ യോഗേശ്വര, ഇനി അങ്ങ് നാശരഹിതമായിരിക്കുന്ന ആത്മസ്വരൂപത്തെ എനിക്ക് കാണിച്ചു തന്നാൽ. ഇതാണ് യഥാർത്ഥത്തിൽ ഡെഡിക്കേഷൻ ഭക്തി. ഇതാണ് അനന്യ ശരണ ഭക്തി എന്ന് പറയുന്നത്. എനിക്കിപ്പോൾ കാണണം എന്നല്ല പറഞ്ഞു, അങ്ങ് ഈ പറഞ്ഞതെല്ലാം കേട്ടിട്ട് എനിക്കിപ്പോൾ വേണം എന്നല്ല കാണും. ഇപ്പോൾ പരസ്യമൊക്കെ കണ്ടിട്ട് നമ്മൾ അച്ഛനോടോ അമ്മയോടോ കുട്ടികൾ ചില കളിപ്പാട്ടും വരും, എനിക്ക് ആ പരസ്യത്തിൽ കണ്ട TV കണ്ട സാധനം വേണമെന്ന് പറയും. അത് വേണമെന്ന് പറയാൻ മാത്രമല്ല, അതിന് വേണ്ടിയിട്ട് ചിലപ്പോൾ വാശി പിടിച്ച് കരയും. അത് വാങ്ങിക്കൊടുക്കാനുള്ള കപ്പാസിറ്റി അച്ഛനും അമ്മയ്ക്കും ഉണ്ടോയെന്നൊന്നും കുട്ടിക്ക് അറിയില്ല. അത് വീണ്ടും വിചാരം ചെയ്യാൻ അറിയില്ല. വലിയ ആൾക്കാർ വരെ ചിലപ്പോൾ ഇതിന് വേണ്ടിയിട്ട് വാശി പിടിക്കും. നമ്മൾ ഇച്ഛിക്കുന്ന കാര്യം സാധിക്കാൻ വേണ്ടിയിട്ട് നമുക്കതിന് യോഗ്യത ഉണ്ടോ ഇല്ലയോ എന്നൊന്നും നമ്മൾ പുനർവിചിന്തനം നടത്താറില്ല. ഇല്ലെങ്കിൽ നമ്മൾ ആരോട് പറയുന്നോ അവർക്ക് നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ സാധിപ്പിച്ചു തരാൻ യോഗ്യതയുണ്ടോ അതും ചിന്തിക്കില്ല. ഇതിനൊക്കെ കഴിവുണ്ടെന്ന് അർജുനന് നന്നായിട്ട് അറിയാം. ഭഗവാൻ വിചാരിച്ചാൽ സാധിക്കാത്തോ. അതുകൊണ്ടാണ് യോഗേശ്വര തതോത്വം എന്ന് പറഞ്ഞ എൻ്റെ കാര്യം. തതോ മേത്വം എന്ന് പറഞ്ഞ എൻ്റെ ഉദ്ദേശം എന്താ? ഈ യോഗേശ്വരനായിരിക്കുന്ന ഭഗവാന് സാധിക്കാത്ത ഒരു കാര്യമില്ല. ഇനി യോഗ്യത ഇല്ലെങ്കിൽ യോഗ്യത ഉണ്ടാക്കി കൊടുത്തിട്ട് കാണിച്ചു കൊടുക്കാം. ഭഗവാൻ വിചാരിച്ചാൽ സാധിക്കാത്തതൊന്നുമില്ല. അപ്പം എന്നാലും അർജുനൻ ഇതൊക്കെ അറിയാമായിരുന്നെങ്കിലും അർജുനൻ സറണ്ടർ ചെയ്തത് എങ്ങനെയാണ്? എനിക്കിങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, അത് കാണാനുള്ള ആഗ്രഹം, ആത്മസ്വരൂപം, അങ്ങയുടെ ആ പരമാത്മ സ്വരൂപം കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അതിന് ഞാൻ യോഗ്യനാണ് എന്ന് അങ്ങ് വിചാരിക്കുന്നു എങ്കിൽ എന്നെ കാണിച്ചു തന്നാലെന്നേ പറഞ്ഞിട്ടുള്ളൂ. അവിടെ വാശിയില്ലാതെ ഈ ഒരു ഭാവം നമുക്കുണ്ടായിരിക്കണം. അറ്റ്ലീസ്റ്റ് ഭക്തിയിലെങ്കിലും ഈശ്വരനോട് പലതും ചോദിക്കുമെങ്കിൽ നമുക്കതിന് യോഗ്യത ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് തീരുമാനിക്കുന്ന ഭഗവാനായിരിക്കും. എനിക്കിപ്പോൾ അത് കിട്ടണം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഭഗവാനോട് പോയിട്ട് ഒരു ലോട്ടറി അടിക്കണം എന്ന് പോയിട്ട് ഒരു ഭക്തൻ പോയി പ്രാർത്ഥിച്ച പോലെ ഇരിക്കും. അതിന് യോഗ്യത ഉണ്ടോ ഇല്ലയോ എന്ന് അവനോ ചെയ്യേണ്ടത് ഇങ്ങനെ ചെയ്യണ്ടേ? 6 മാസം വരെ ഭഗവാൻ സഹിച്ചിരുന്നു ഇയാൾ പ്രാർത്ഥിക്കണത്. അവസാനം ദേഷ്യം വന്നിട്ട് പറഞ്ഞു, സ്വപ്നത്തിൽ പറഞ്ഞു കൊടുത്തു, നീ പോയിട്ട് ലോട്ടറി എടുക്കടാ. ലോട്ടറി എടുക്കാതെയാണ് ഭഗവാനോട് ലോട്ടറി അടിക്കണം എന്ന് പ്രാർത്ഥിക്കണം. അപ്പൊ അവനോ ചെയ്യാതെ ഭഗവാനോട് പലതും ആവശ്യപ്പെട്ടാൽ എങ്ങനെ സാധിക്കും? അർഹത എല്ലാവർക്കും ഉണ്ട്, പക്ഷെ യോഗ്യത നേടണ്ടേ? ഇത്തരത്തിൽ നമുക്കതിന് യോഗ്യത ഉണ്ടോ ഇല്ലയോ എന്നൊന്നും നമ്മൾ ആലോചിക്കില്ല. അതും ഇതൊക്കെ ചോദിക്കും. ഇത് മക്കൾ കാരണന്മാരോട് പോയിട്ട് അവകാശം ചോദിക്കുന്ന പോലെ. അപ്പൊ അതുകൊണ്ട് ഇനി ഭഗവാൻ എന്താണ് അതിന് ഉത്തരം നൽകുന്നത്, ഇല്ലേ കാണിച്ചു കൊടുക്കണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കുന്നത്, എന്താണ് യോഗ്യത എന്നൊക്കെ പറയുന്ന ആ ഒരു അവസ്ഥയൊക്കെ നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം. ഓം സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീശാ ഗോ ബ്രാഹ്മണേഭ്യ സുമത്യം ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഓം ഗുരുർബ്രഹ്മാ ഗുരു വിഷ്ണു ഗുരുദേവോ മഹേശ്വരാ ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ അപകദേശഭാവാ കരോമി യദ്സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. നാരായണായേതി സമർപ്പയാമി. ഓം പീതാംബരം കരവിരാശങ്കചക്രം കൗമോദകീം സരസ്യം കരുണാസമുദ്രം യാഥാസഹായം അതിസുന്ദരമന്ദകാസം പാതാളേശമനിശം പ്രതിഭാവയാമി. പാതാളേശമനിശം പ്രതിഭാവയാമി. നാരായണ 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 നാരായണ. ഗുരുവായൂരപ്പാശരണം ശ്രീ ഗുരുവായൂരപ്പാശരണം ശ്രീ ഗുരുവായൂരപ്പാശരണം. ശാന്തി ശാന്തി ശാന്തി.